ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. ഉദാഹരണത്തിന് നമ്മുടെ പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മളെ മുമ്പ് ഇതുവരെ കണ്ടിട്ടുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ളൊരു സംഭവമാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെ മഹേന്ദ്ര സിംഗ് ധോണിയെ കണ്ടിട്ടുണ്ടോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം. അതുപോലെ ആ ആപ്പിൾ ഇപ്പോൾ നീ കഴിച്ചിട്ടുണ്ടോ, അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ചോദിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതിൽ ഒരു മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഹാവ് പ്ലസ് V3. ഓർമ്മിക്കേണ്ടത് ഐ ഹാവ് സീൻ ധോണി, ഞാൻ ധോണിയെ കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയാം, ഐ ഹാവ് സീൻ ധോണി എന്നാണ് പറയാം. അപ്പോൾ യു ആണെങ്കിൽ യു ഹാവ് സീൻ ധോണി, അപ്പോൾ നിങ്ങൾക്കത് അറിയാം. ഹി ആണെങ്കിൽ ഹി ഹാസ് ആണ്, ഹി ഹാവ് എന്ന് പറയില്ല. ഹി ഹാസ് സീൻ ധോണി. ഷീ ആണെങ്കിൽ ഷീ ഹാസ് സീൻ ധോണി. വി ആണെങ്കിൽ വി ഹാവ് സീൻ ധോണി. ദേ ആണെങ്കിൽ ദേ ഹാവ് സീൻ. അനു ഒരാളുടെ പേരാണെങ്കിൽ അനു ഹാസ്. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ആണ് കേട്ടോ, ഇറ്റ് ഹാസ് എന്നാണ് പറയാം. അപ്പോൾ അതുപോലെ ഹി ഹാസ് ഈറ്റൻ മാംഗോ. ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതേ കാര്യം ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ എങ്ങനെയായിട്ട് മാറും, ഹാവും ഹാസും ആദ്യം വരും, എന്നിട്ട് അതിൻ്റെ കൂടെ V3 ഫോം. ഹാവ് യു സീൻ എന്താണ്, ഹാവ് യു സോ എന്നോ ഹാവ് യു സീ എന്നോ ചോദിക്കില്ല. ഞാൻ V1 V2 V3 ഫോമിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കാണാം. എന്നിട്ട് V3 ഫോമാണ് ഉപയോഗിക്കുക. ഹാവ് യു റിട്ടേൺ, ഹാവ് യു സീൻ, ഹാവ് യു ഈറ്റൺ, ഹാവ് യു ഗോൺ, ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പം നിങ്ങൾ ധോണിയെ കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക, ഹാവ് യു സീൻ ധോണി. മാങ്ങ തിന്നിട്ടുണ്ടോ, അവൻ മാങ്ങ തിന്നിട്ടുണ്ടോ. അവൻ ആയതുകൊണ്ട്, ഹി ആയതുകൊണ്ട് നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാസ് ഹി ഈറ്റൺ മാംഗോ. അത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചോദിക്കണം. അതായത് നിങ്ങൾ ഇതുവരെ ധോണിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ ഹാവ് യു എവർ സീൻ ധോണി. അതുപോലെ തന്നെ അവൾ ഇതുവരെ ധോണിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുവാനാണെങ്കിൽ അവൾ ഇതുവരെ ധോണിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അവളുടെ കൂടെ ഹാവ് ഷീ എവർ ഈറ്റൺ, അവൾ മാങ്ങ തിന്നിട്ടുണ്ടോ എന്നാണ്. ഹാവ് ഷീ എവർ ഈറ്റൺ മാംഗോ, ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എപ്പോഴെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം. നമ്മൾ എന്ന് വെച്ചാൽ വി ആണോ, വിയുടെ കൂടെ ഹാസ് ആണോ ഹാവ് ആണോ, ഹാവ് ആണ്. അപ്പോൾ ഹാവ് വി എവർ മെറ്റ് ബിഫോർ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം യു ആയതുകൊണ്ട് ഹാവ് ആണ്. ഹാവ് യു എവർ ട്രാവൽഡ്, ട്രാവലിൻ്റെ V3 ഫോം ട്രാവൽഡ് ആണ്. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ. നമ്മൾ എപ്പോഴും ചോദിക്കും അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പം നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ നിങ്ങൾ എപ്പോഴെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക. ഹാവ് യു എവർ ഫോർഗട്ടൺ യുവർ മദേഴ്സ് ബർത്ത്ഡേ. എപ്പോഴെങ്കിലും നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ, ഇത് സിസ്റ്ററിൻ്റെ ആണെങ്കിൽ ഹാവ് യു എവർ ഫോർഗട്ടൺ യുവർ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ. ഇതേ കാര്യം അഞ്ജലി എപ്പോഴെങ്കിലും അവളുടെ അമ്മയുടെ ബർത്ത്ഡേ മറന്നു പോയിനോ എന്ന് ചോദിക്കാൻ ഹാസ് അഞ്ജലി എന്നാ പറയാം. കാരണം ഹാവ് അഞ്ജലി എന്ന് പറയാൻ പറ്റില്ലല്ലോ, അഞ്ജലിയുടെ കൂടെ ഹാസ് ആണ് വരിക. ഹാസ് അഞ്ജലി എവർ ഫോർഗട്ടൺ ഹർ മദേഴ്സ് ബർത്ത്ഡേ. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടെൻറ്റിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എപ്പോഴെങ്കിലും നിങ്ങളൊരു ടെൻറ്റിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക എങ്ങനെയാണ്, ഹാവ് യു എവർ സ്ലെപ്റ്റ് ഇൻ എ ടെൻറ്റ്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ന്യൂയോർക്കിൽ പോയിട്ടുണ്ടോ എന്നാണ്. ഇത് മാറിപ്പോയതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നോ എന്നുള്ള അർത്ഥമാണ്. എങ്ങനെയാണ് ചോദിക്കുക, ഹാവ് യു എവർ ഗോൺ ടു ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എപ്പോഴും ന്യൂയോർക്ക് പോയിട്ടുണ്ടെന്നാണ്. കുറച്ചുകൂടി നല്ലത് ഹാവ് യു എവർ ബീൻ ടു ന്യൂയോർക്ക്. ഹാവ് യു എവർ ബീൻ ടു ന്യൂയോർക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം.
നിങ്ങൾ എപ്പോഴെങ്കിലും ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ ടൈറ്റാനിക് മൂവി? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കഥ എഴുതിയിട്ടുണ്ടോ എന്ന് എങ്ങനെയായിരിക്കും ചോദിക്കുക, ഒന്ന് പറയാൻ പറ്റുമോ? എപ്പോഴെങ്കിലും നിങ്ങളൊരു കഥ എഴുതിയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാവ് യു എവർ റിട്ടൺ എ സ്റ്റോറി? നിങ്ങൾ എപ്പോഴെങ്കിലും സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാവ് യു എവർ സ്മോക്ഡ് സിഗരറ്റ്? നിങ്ങൾ ഗിത്താർ വായിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ലേൺ ടു പ്ലേ ഗിത്താർ? ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരിക. നിങ്ങൾ പൊതുവേദികളിൽ പാടിയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാവ് യു എവർ സങ് പബ്ലിക്? നിങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ബീൻ ടു സാൻ ഫ്രാൻസിസ്കോ? അതുപോലെ നിങ്ങളുടെ നാട്ടിൽ എപ്പോഴെങ്കിലും മഞ്ഞ് പെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാസ് ഇറ്റ് എവർ സ്നോവ്ഡ് ഇൻ യുവർ ഹോം ടൗൺ എന്നാണ്. അതുപോലെ ഒരാളോട് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു ഈറ്റൺ ടുഡേ? നിങ്ങൾ എപ്പോഴെങ്കിലും കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? നിങ്ങൾ എപ്പോഴെങ്കിലും കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു എവർ റിഡൺ എ ഹോഴ്സ് എന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ എക്സാമ്പിളിൽ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ തുടർന്ന് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.